തമിഴിൽ സിനിമ ചെയ്യുന്നു, മലയാളത്തിൽ രണ്ട് കൾച്ചറൽ ചേഞ്ചസ് ഉള്ള സ്ഥലങ്ങളാണ് അല്ലേ. സോ ഇവിടെയുള്ള നരേൻ്റെ ഇമേജ് അല്ല മലയാളത്തിലുള്ള ഇമേജ്, നേരെ ഓപ്പോസിറ്റാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഇതും ഈ ഒരുമിച്ചുള്ള ട്രാൻസിഷൻ എങ്ങനെ ഒരേമാതിരി കൊണ്ടുനടക്കണം? അത് ഈ ഓരോ ഇൻഡസ്ട്രിക്കും ഓരോ കൾച്ചറിനും ചില എന്താ പറയുക മാനറിസംസ് എന്നല്ല പറയുക, ക്യാരക്ടേഴ്സ് ഡിമാൻഡ് ചെയ്യും ചിലത്. എന്ന് വെച്ചാൽ ഇപ്പോൾ ഞാൻ തമിഴിൽ എൻട്രി ചെയ്യുമ്പോൾ തമിഴ് കുറച്ചുകൂടി ലൗഡാണ് ഇവിടുത്തെ ഓഡിയൻസ്. പടങ്ങൾ കുറേ കൂടി റോ ആണ്, വയലൻസ് ഓറിയൻറ്റഡ് ആണ്, ആക്ഷൻ ഓറിയൻറ്റഡ് ആണ്. അപ്പോൾ മലയാളം ഇങ്ങനെയല്ല. മലയാളത്തിൽ ഇതിൻ്റെ ഒരു അംശം ഉണ്ടെന്ന് മാത്രം. സോഫ്റ്റ് ഹീറോ ഇമേജ് തമിഴിൽ അധികം ഗുണം ചെയ്യില്ല. അപ്പോഴാണ് കറക്റ്റായിട്ടുള്ള സ്ക്രിപ്റ്റാണ് ചിത്രം ബേസ്ഡലി മിഷ്കിൻ്റെ പടം. അത് കേട്ടപ്പോൾ തന്നെ മനസ്സിലായി ഈ പടം കൊണ്ട് എൻട്രി ചെയ്യാം, ഇത് നിൽക്കും. അപ്പം മലയാളത്തിൽ പിന്നെ അച്ചുവിൻ്റെ അമ്മയ്ക്ക് ശേഷം വരുന്നതെല്ലാം വളരെ സോഫ്റ്റ് ആയിട്ടുള്ള പാവം, അയ്യോ എന്തൊരു പാവം എന്നുള്ള രീതിയിലാണ്. തമിഴിലാണെങ്കിൽ നേരെ ഓപ്പോസിറ്റ്. ഇപ്പോൾ ഈ തമിഴിൽ എനിക്ക് കുറേ കൂടിയും ഫൺ ലവിങ്, ഇപ്പോൾ ഈ റോബിൻഹുഡ് എന്ന് പറഞ്ഞ പടത്തിലെ അലക്സാണ്ടർ ഫെലിക്സ് എന്ന് പറഞ്ഞ ക്യാരക്ടർ, അങ്ങനത്തെ ഒരു ക്യാരക്ടർ തമിഴിലൊക്കെ ഒരിക്കലും എന്നെ തേടിയെത്തിയില്ല. പല പ്രാവശ്യം നോക്കിയിട്ടുണ്ട് തമിഴിൽ. നിങ്ങൾ ഈ യൂത്ത് പടം എന്ന് പറയുന്ന നമ്മൾ വിശേഷിപ്പിക്കാവുന്ന സിനിമ യുവതലമുറ, തമിഴിലത് ഒറ്റയ്ക്ക് ഉള്ള ഹീറോസ് വന്ന് നിങ്ങളെല്ലാവരും ഒറ്റയ്ക്ക് അഭിനയിക്കുന്നതാണ്. പക്ഷെ മലയാളത്തിൽ വരുമ്പോൾ മിന്നാമണിക്കുട്ടാണെങ്കിലും റോബിൻഹുഡ് ആണെങ്കിലും എല്ലാ പടങ്ങളിലും ഈ യൂത്ത് എന്ന് പറഞ്ഞാൽ ഒരുപാട് നായകന്മാർ ഒരുമിച്ച് വരുന്നുണ്ട്. അതെന്തുകൊണ്ടാണ് അങ്ങനെ? മലയാളം സിനിമ ആൾക്കാർക്ക് ഈ ഒരാളെ മാത്രം കാണാൻ പറ്റില്ല എന്നുണ്ടോ? അങ്ങനെയൊന്നുമില്ല. അതിന് ഇപ്പോൾ മലയാളം ഇൻഡസ്ട്രിയിൽ വെച്ച് നോക്കിയാൽ ഇതിന് മുമ്പ് വന്നിട്ടുള്ള ഹീറോസ് ആയാലും ശരി, ഒരു കൂട്ടായ്മയോട് കൂടിയിട്ടാണ് പലരും വന്നിട്ടുള്ളത്. ആരും ഇൻഡിവിജ്വലായിട്ട് വന്നിട്ടില്ല. ഒരു പക്ഷേ അവിടേക്ക് വന്നിട്ട് ഒരു സ്റ്റാർഡത്തിലേക്ക് എത്താൻ ഉള്ള ബുദ്ധിമുട്ടായിരിക്കാം. മലയാളി ഓഡിയൻസിനെ പ്ലീസ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടായിരിക്കാം. രണ്ടാമത് വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ തമിഴിൽ ഇങ്ങനെ ഒരു നായകനെ വെച്ചിട്ട് ഒരു സിംഗിൾ ഹീറോ പുതിയൊരു നായകനെ വെച്ചിട്ട് പടം ചെയ്യുന്നു, അത് ഹിറ്റാവണം. അതിന് കാരണം ആ നായകൻ കൊള്ളുന്നില്ല, ഒരിക്കലുമല്ല, സ്ക്രിപ്റ്റും സംവിധായകനുമാണ്. അപ്പോൾ അത്രയും സ്ട്രോങ് ആയിട്ടുള്ള സ്ക്രിപ്റ്റ്സ് മലയാളത്തിൽ വന്നാൽ തീർച്ചയായിട്ടും ഒരു പുതിയ നായകനെ വെച്ചിട്ട് ഹിറ്റ് വേണം. ഇപ്പോൾ ഒരു പുതിയ നായകൻ പുതിയ സംവിധായകൻ കോമ്പിനേഷനിൽ മലയാളത്തിലൊരു ഹിറ്റ് വന്നിട്ട് എത്രയോ വർഷങ്ങളായിട്ടുണ്ടാവും, ഉണ്ടാവില്ല ചിലപ്പോൾ. പുതിയ സംവിധായകൻ ഞാൻ ഉദ്ദേശിക്കുന്നത് ഇൻഡസ്ട്രിയിൽ അതിന് മുമ്പ് ക്യാമറമാനായി സംവിധായകൻ ചെയ്ത അങ്ങനത്തെ ആൾക്കാരല്ല പറയുന്നത്, റൈറ്റേഴ്സായി സംവിധാനം ചെയ്തവരല്ല പറയുന്നത്. ഞാൻ പറയുന്നത് ഫ്രഷർ, ഇൻഡസ്ട്രിയിൽ ഇതുവരെ വർക്ക് ചെയ്യാത്ത ആർക്കും. തമിഴ് ഇഷ്ടം പോലെ തമിഴിൽ 2000 നിന്ന് ഇപ്പോൾ 2009 വരെ നോക്കിയാൽ ഓരോ വർഷവും ഓരോ സംവിധായകർ ഓരോ നായകനായിട്ട് വരും. ഇപ്പോൾ 2006 മിഷ്കിനും ഞാനും എൻട്രി ചെയ്തത്. മിഷ്കിൻ എന്നെ ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്തതല്ല, മിഷ്കിനും അതിൽ ഇൻട്രൊഡ്യൂസ് ആയതാണ്. ഭാവന ആ പടത്തിൽ മ്യൂസിക് ഡയറക്ടറും ക്യാമറമാനും ആർട്ടിസ്റ്റും എല്ലാവരും പ്രൊഡ്യൂസർ എല്ലാം പുതിയതാണ്. താങ്കൾ എൻ്റെ കോളേജിലാണ് പഠിച്ചത്, ശ്രീ കേരളവർമ്മ കോളേജ്. ഡിഗ്രി അല്ല, ആ കാലത്തൊക്കെ സിനിമ നടനാവണമെന്നൊക്കെ ആഗ്രഹം? പിന്നെ അത് സ്കൂൾ മുതലേ ഉണ്ടായിരുന്നു. ആണോ? നാടകത്തിൽ ഈ സ്കൂളിൽ പഠിച്ചത് തൃശ്ശൂർ? അല്ല, തൃശ്ശൂരല്ല, സ്കൂൾ പഠിച്ചത് ദുബായിലായിരുന്നു, അബുദാബിയിലായിരുന്നു. അത് ഏകദേശം ഒരു 7th 8th ഒക്കെ മുതൽ തന്നെ സിനിമയിൽ എൻട്രി ചെയ്യണം. ആരായിരുന്നു ഒരു ഇൻസ്പിറേഷൻ? കമലഹാസനായിരുന്നു. 4-5 പേരുണ്ട്. ഒന്ന് നമ്മുടെ അമിതാഭ് ബച്ചൻ, കമലഹാസൻ, ലാലേട്ടൻ, മമ്മൂക്ക, രജനീകാന്ത്. ഈ 5 പാണ്ഡവന്മാർ എന്നുള്ള രീതിയിൽ 5 പേർ. ഈ റൂമിലൊക്കെ ഒട്ടിച്ചൊക്കെ വെച്ചിരുന്നു പടങ്ങളൊക്കെ? അത്രയ്ക്ക് അച്ഛനും അമ്മയും സ്കൂളിൽ പഠിക്കുമ്പോൾ സമ്മതിച്ചിരുന്നില്ല. കാരണം അതിന് ഭയങ്കര സ്ട്രിക്റ്റ് ആയിരുന്നു അക്കാര്യത്തിൽ. തിരക്കില്ലാണ്ട് പഠിക്കുമായിരുന്നു. പിന്നെ ഇവരുടെ പടങ്ങൾ കണ്ട് ആ ഒരു സമയത്ത് ഈ ഇൻട്രസ്റ്റ് കൂടിയപ്പോഴാണ് പഠിത്തം ചെറുതായിട്ട് കുറഞ്ഞു. അപ്പോൾ ഈ ഒട്ടിച്ചു വെക്കണമൊന്നും ഉണ്ടായില്ല, പക്ഷെ എപ്പോഴും മനസ്സിൽ ഇവരൊക്കെ തന്നെയായിരുന്നു എല്ലാവരും. പക്ഷേ അച്ഛനമ്മയ്ക്കും പഠിക്കണം, എഞ്ചിനീയർ ആവണമെന്നൊക്കെ ആയിരുന്നു. പിന്നെ തീർച്ചയായിട്ടും അവർക്ക് അതുണ്ടായിരുന്നു. അപ്പം എനിക്ക് ഓർമ്മയുണ്ട്, ഞാനൊരിക്കൽ വളരെ സീരിയസ് ആയിട്ട് സിനിമ കാണുമ്പോൾ അമ്മ ചീത്ത പറയുമായിരുന്നു, നീ എന്താ? ഞാൻ പറഞ്ഞു, അമ്മ എന്താ പഠിക്കാൻ സമ്മതിക്കുന്നില്ലേ? പറഞ്ഞു, പഠിക്കേ, TV കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പറഞ്ഞു, ഇതാണ് എൻ്റെ പഠിത്തം. ഭയങ്കര അപ്പോൾ അത് കോളേജ് പഠിക്കുമ്പോൾ അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പോൾ അത് എനിക്ക് പക്ഷേ കേരളവർമ്മയിൽ എത്തിയപ്പോഴാണ് അതൊന്ന് ട്രൈ ചെയ്യാൻ പറ്റിയത്. അത് സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ അഭിനയിക്കാൻ പറ്റുമോ അറിയാത്തൊരു അവസ്ഥയായിരുന്നു. +2 സെൻറ്റ് തോമസിലായിരുന്നു. സെൻറ്റ് തോമസിലും എനിക്ക് പെർഫോം ചെയ്യാൻ പറ്റിയിട്ടുണ്ടായില്ല. അങ്ങനെ കേരളവർമ്മയിൽ എത്തിയപ്പോഴാണ് ആദ്യത്തെ വർഷം ഈ പറഞ്ഞ പോലെ ഫസ്റ്റ് ഇയർ തന്നെ ഞാൻ ഡ്രാമ ഒന്ന് ട്രൈ ചെയ്യാമെന്ന് വെച്ചു. സൂ സ്റ്റോറി എന്നൊരു പ്ലേ. അതെന്ന് വെച്ചാൽ എനിക്ക് അഭിനയിക്കാൻ ആഗ്രഹമുണ്ട്. അപ്പോൾ അവിടെ ഓൾറെഡി കേരളവർമ്മയിൽ യൂണിവേഴ്സിറ്റി ബെസ്റ്റ് ആക്ട്രസ് ഉണ്ടായിരുന്നു, അവരുടെ ഡ്രാമയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവരെ പോയി ഞാൻ അപ്രോച്ച് ചെയ്തു ഇങ്ങനെ അഭിനയിക്കാൻ. അപ്പോൾ അവർ ചോദിച്ചു, ഇതിന് മുമ്പ് ചെയ്തു? ഞാൻ പറഞ്ഞു, ഇല്ല, ഇത് വലിയ ആദ്യമായിട്ടാണ്. അതാണ്
അപ്പോൾ അവരും ഇതേ ഡയലോഗ് പറഞ്ഞു, ഞങ്ങൾക്ക് സമയമില്ല ഈ വർഷം പുതുത് ചെയ്യാൻ. അപ്പോൾ കഴിഞ്ഞ വർഷം യൂണിവേഴ്സിറ്റിയിൽ ബെസ്റ്റ് ഡ്രാമ കിട്ടിയ ഡ്രാമേനെയാണ് ഞങ്ങൾ ഈ വർഷം ഇറക്കുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് വേറൊരാളെ ഇതാക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെ ഞാൻ ഇപ്പോൾ എന്ത് ചെയ്തു, നിങ്ങൾ വേറൊരു ഡ്രാമയായിട്ട് വരുമെന്ന് പറഞ്ഞു. അങ്ങനെ സൂ സ്റ്റോറി എന്ന് പറഞ്ഞൊരു ഇംഗ്ലീഷ് പ്ലേ പറഞ്ഞു. വളരെ കുറച്ച് ഇതേ ഉള്ളൂ, വെയിറ്റിംഗ് ഫോർ ഗോദോ, അങ്ങനെ 2-3 പ്ലേസേ ഉള്ളൂ ഇങ്ങനെ നമുക്ക് 2-3 പേരൊക്കെ ഉള്ള പ്ലേസ്. അങ്ങനെ സൂ സ്റ്റോറി, അപ്പോൾ അതിന് സ്കൂൾ ഓഫ് ഡ്രാമയിൽ പോയി അവരെ ഒക്കെ സംഘടിപ്പിച്ചിട്ട് അവസാനം സൂ സ്റ്റോറി ചെയ്തു. അതൊരു അനുഭവമായിരുന്നു, അത് ചെയ്തു. അപ്പോൾ എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ അതിൻ്റെ ഡയറക്ടേഴ്സിൻ്റെ അടുത്ത് ചോദിച്ചേ, ഈ ക്യാരക്ടർ ചെയ്താൽ നമുക്ക് ഈ യൂണിവേഴ്സിറ്റി ബെസ്റ്റ് ആക്ടറൊക്കെ കിട്ടുമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതല്ല, ഒരു ആഗ്രഹം അറിയാൻ, അല്ല നമ്മൾ എടുത്ത് വെച്ചൊരു പ്ലാറ്റ്ഫോം ഉണ്ട്, ഒരു കാര്യം, അത് ആ പോയിൻ്റ് ഒന്ന് അറിയാനാണ്, അത് പറയാം. അങ്ങനെ അവർ പറഞ്ഞു, നീ ആദ്യം അഭിനയിക്കുമെന്ന് ഞങ്ങൾക്കൊന്ന് അറിയണം. അല്ല, ഞാൻ പറഞ്ഞു അത് ശരിയാണ്. അപ്പോൾ ഞാനാണിത് എല്ലാം സംഘടിപ്പിക്കുന്നത്. അപ്പോൾ ജെറി പീറ്റർ എന്ന് പറഞ്ഞ 2 ക്യാരക്ടേഴ്സ്. അപ്പോൾ എനിക്ക് ജെറിയുടെ ക്യാരക്ടർ ചെയ്യണമെന്ന് ആഗ്രഹം. ജെറി ഭയങ്കര വയലൻ്റാണ്, എക്സെൻട്രിക്കാണ്, ലൗഡാണ്, ഹ്യൂമറസ് ആണ്. പീറ്റർ വളരെ പാവം സാധു മനുഷ്യൻ. ഞങ്ങളുടെ ക്യാരക്ടേഴ്സ് വെച്ച് നോക്കുമ്പോൾ സൂരജ് ഞാൻ പീറ്റർ ആവേണ്ടതാണ്, ഇവൻ ജെറി ആവേണ്ടതാണ്. അപ്പോൾ അവർ പറഞ്ഞു, നിങ്ങൾക്കൊരിക്കലും ജെറി നിങ്ങളെ കൺസീവ് ചെയ്യുന്നില്ല, പക്ഷെ നമുക്ക് നോക്കാം എന്നൊക്കെ പറഞ്ഞപ്പോൾ അതല്ല, എനിക്കത് ചെയ്യാൻ ആഗ്രഹം. എന്നിട്ട് ഞങ്ങളെ കൊണ്ട് ഇംപ്രവൈസ് ചെയ്യിപ്പിച്ചു. ഇംപ്രവൈസേഷനിൽ നോക്കിയപ്പോൾ എനിക്ക് ഇത് കിട്ടി. അപ്പോൾ ഭയങ്കര സന്തോഷമായി. അപ്പോഴാണ് ഞാൻ ചോദിച്ചത്, ഈ ക്യാരക്ടറിന് പറഞ്ഞു നീ ആദ്യം അഭിനയിക്കുമെന്ന് ഞങ്ങൾ നോക്കട്ടെ എന്ന് പറഞ്ഞു. അത് അവിടെ കേരളോർമയിൽ ഫസ്റ്റ് കിട്ടി, ഡിസ്ട്രിക്റ്റിൽ ഫസ്റ്റ് കിട്ടി, ഇൻ്റർ സോൺ കോമ്പറ്റീഷനിൽ പോയി, ഡി സോണിൽ ഫസ്റ്റ് കിട്ടി, ഇൻ്റർ സോൺ കോമ്പറ്റീഷനിൽ പോയി ഫസ്റ്റ് കിട്ടി, ബെസ്റ്റ് ആക്ടറും കിട്ടി, യൂണിവേഴ്സിറ്റി ബെസ്റ്റ് ആക്ടർ കിട്ടി. അപ്പോൾ മനസ്സിൽ ആദ്യത്തെ പോയിന്റ് ഉദിച്ചതാണ്. സന്തോഷമുണ്ട്. സാധാരണ നമുക്ക് ഓരോ കാര്യങ്ങൾ നമ്മൾ അറിയാം. അപ്പോൾ എനിക്ക് മനസ്സിൽ വന്നതെന്ന് വെച്ചാൽ ഓക്കെ, അപ്പോൾ അഭിനയിക്കാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ള, അല്ലാണ്ട് അഭിനയിക്കാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ അത് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി ചിലപ്പോൾ അവിടെ കിട്ടിയില്ലായിരുന്നെങ്കിൽ ഒരു കോൺഫിഡൻസിൻ്റെ ഒരു എലിമെൻറ്റ് ചിലപ്പോൾ അറിയാണ്ട് പോയതിനെ ചിലപ്പോൾ നമുക്ക്. അപ്പോൾ അതൊരു നമ്മൾ തന്നെ ക്രിയേറ്റ് ചെയ്തൊരു ഓപ്പർച്യൂണിറ്റിയാണ്. കേരളത്തിൽ നല്ല ജീവിതത്തിൽ പെട്ടെന്ന് സിനിമറ്റോഗ്രാഫി പഠിക്കാൻ വേണ്ടി വരേണ്ട ആഗ്രഹം എന്തായിരുന്നു? അത് അത് ആഗ്രഹം വേറെ സിനിമയോടുള്ള പ്രേമം തന്നെ. അതെ, എങ്ങനെയെങ്കിലും സിനിമയിൽ കയറണ്ടേ, എങ്ങനെ കയറാം. അഭിനയം പഠിക്കാന്ന് പറയുമ്പോൾ അച്ഛനും അഭിനയം നീ അവർ സമ്മതിച്ചില്ല. അഭിനയം ഓക്കെ, അങ്ങനെയാണ് ഞാൻ പറഞ്ഞു ഡയറക്ഷൻ പഠിക്കാം, നമുക്ക് ഡയറക്ഷൻ പഠിച്ചാൽ സിനിമയെക്കുറിച്ച് അറിയാം. അപ്പോൾ അതും സമ്മതിച്ചില്ല. അങ്ങനെ അവസാനം ഞാൻ സിനിമാറ്റോഗ്രാഫി പഠിക്കും. കാരണം എനിക്ക് ഫോട്ടോഗ്രാഫിയോട് ഭയങ്കര ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഞാൻ മദ്രാസ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വരുന്നത്. പക്ഷേ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വന്നപ്പോൾ ഭയങ്കര എനിക്ക് ആ 3 വർഷം ശരിക്ക് ഭയങ്കര ഹോണ്ടിങ് ആയിരുന്നു, ഭയങ്കര പേടിയായിരുന്നു. കേരളവർമ്മ എന്ന് പറഞ്ഞൊരു കോളേജ് ഉണ്ട്, നമ്മളിവിടെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വരും. കേരളവർമ്മയിൽ ഇപ്പോൾ ഈ പറഞ്ഞ പ്രീ ഡിഗ്രി ബാച്ചിൽ ഉണ്ടാകുന്ന സ്റ്റുഡൻസിൻ്റെ മൊത്തം സ്റ്റുഡൻസാണ് ഇവിടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ. കാരണം ഒരു കോഴ്സിൽ 12 കുട്ടികളേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ 4 കോഴ്സുകളുണ്ട്. അങ്ങനെ 3 വർഷത്തെ ഇതും വെച്ച് നോക്കുമ്പോൾ വളരെ വളരെ ഡ്രൈയും ഡള്ളും ആയിട്ടുള്ളൊരു അന്തരീക്ഷമാണ്. ഇൻസ്റ്റിറ്റ്യൂട്ട് കഴിഞ്ഞിട്ട് രാജീവ് മേനൻ സാറിൻ്റെ അസിസ്റ്റൻ്റായി ജോയിൻ ചെയ്തപ്പോഴാണ് ജീവൻ വെച്ചത്, കുറച്ച് ജീവൻ വെച്ചത്. പിന്നെ അദ്ദേഹം ഭയങ്കര ഫാസ്റ്റുമാണ് രാജീവ്, അപ്പോൾ അത് ഭയങ്കര ഇൻസ്പിറേഷനായിരുന്നു. അങ്ങനെ ഒരു പിന്നെ മോർണിംഗ് രാഗ എന്ന് പറഞ്ഞൊരു ഫിലിം അസിസ്റ്റ് ചെയ്തു. പിന്നെ കുറേ ആഡ്സ് ആയിരുന്നു അസിസ്റ്റ് ചെയ്തു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് തന്നെ പക്ഷേ 2 തവണ ഞാൻ റിസൈൻ ചെയ്തു. സാർ അഭിനയിക്കണം എന്നൊക്കെ പറഞ്ഞ്. എന്താണെന്നറിയില്ല, അദ്ദേഹത്തിൻ്റെ നല്ല മനസ്സുകാരനായിരിക്കണം, അല്ലെങ്കിൽ എൻ്റെ നല്ല സമയം കൊണ്ട് എല്ലാം കൊണ്ടായിരിക്കാം. അദ്ദേഹം പറഞ്ഞു, നീ ആദ്യം ക്യാമറമാൻ ആവും, എന്നിട്ട് ബാക്കി നോക്കാൻ പറഞ്ഞു. അത് ഭയങ്കര പോസിറ്റീവായിരുന്നു. കാരണം അദ്ദേഹത്തിന് അറിയാം നമ്മുടെ ഉള്ളിലത്തെ പ്രശ്നം, എന്നിട്ട് ഹീ ഈസ് റെഡി ടു ആക്സെപ്റ്റ് മീ. അപ്പോൾ അത് വലിയൊരു കാര്യമായിരുന്നു.